ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൽ കുറച്ച് നാളായി നട്ടിട്ട് ഓൺലൈനിൽ കിട്ടിയ ചെറിയൊരു തൈയായിരുന്നു. അപ്പോൾ കുറേ നാളായി ഇതിന് വളമെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി പരിപാലിച്ചൊക്കെ പോരുന്നു. ഓരോ ദിവസവും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്തായാലും കുറച്ചധികം മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം കണ്ടിരിക്കുന്ന മുട്ടെന്ന് പറയുന്നത് ഇതൊരെണ്ണമാണ്. ഇതിലെ പൂവ് വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഫസ്റ്റ് കാണുന്ന മുട്ട ആ ഒരു റെഡ് കളറിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ മുട്ടായിട്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നിശാഗന്ധി പൂവിൻ്റെ ആ ഒരു രീതിക്കാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത്. അങ്ങനെ തൂണൊക്കെ സിമെൻറ്റ് കാലും അതുപോലെ തൂണുകളൊക്കെ കൊടുത്ത് മുകളിൽ ടയറൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3-4 സ്ഥലത്ത് മുട്ടകൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ മുട്ടകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒറ്റ വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. ഇത് പാകമായ ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇതിനോടൊപ്പം ആഡ് ചെയ്തിടുന്നതാണ്. അപ്പം എനിക്കിതിന് ഫ്രൂട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. ഒരു വികാരമില്ലാത്തൊരു ഫ്രൂട്ട് പോലെ എനിക്ക് തോന്നി. അതായത് മധുരമുണ്ടോ പുളിയുണ്ടോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അതതിൽ പഴുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുപോയി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഫ്രൂട്ട് ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് എത്ര നാൾ വേണം എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടായതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും പഴുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണിത്. അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇത്തിരി വിണ്ട് തുടങ്ങി, കാരണം മഴയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിന്ന് പറിക്കാം. അതുകൂടാതെ അന്ന് ചെറിയ ചെറിയ മുട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ 2-3 പൂവൊന്ന് വിരിഞ്ഞ് കൊഴിഞ്ഞതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതെന്ത് കളറാണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ പിങ്ക് കളറാണത്. പിങ്ക് കളർ ഡ്രാഗൺ ഫ്രൂട്ടാണത്. ഇതിലെല്ലാം ഇനി ചെറിയ ചെറിയ മുട്ടുകൾ വരുന്നുണ്ട്. കണ്ടോ, ചെറിയ മുട്ടുകൾ വരുന്നുണ്ട്. ഇത്രയും നാളും മുട്ട് വരാതെ എന്ന് വരുമെന്ന് ആലോചിച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും വന്നു തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ മുട്ടായി. ഒരു പൂ വിരിഞ്ഞ് കൊഴിഞ്ഞതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. മുട്ടിൽ നിന്നും മാറിയിട്ടില്ല. കണ്ടോ, ആ പൂവിൻ്റെ വലിപ്പം അത്രത്തോളം ഉണ്ടായിരുന്നു. നല്ല വലിപ്പം, നിശാഗന്ധി പൂ പോലെ എനിക്ക് ഇതിൻ്റെ പൂ കാണുമ്പോൾ തോന്നുന്നു എപ്പോഴും. ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇതുപോലെ പറമ്പിലിറങ്ങി നടക്കും. അമ്മച്ചിയും ചാച്ചനും കുറേ പറമ്പിൽ കുറേ ഫ്രൂട്ട്സും പച്ചക്കറികളും എല്ലാം വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്നെല്ലാം നോക്കാനും അതുപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു രസമാണ്. അതേപോലെ അവർ നട്ട് ഒക്കെ ആക്കി വയ്ക്കും. പാകാകുമ്പോഴത്തേനും ഞങ്ങളുടെ അടുത്തതെത്തും. അവർക്കിത് വിളവെടുക്കാറായോ അല്ലെങ്കിൽ അത് പാകമായോ എന്ന് ചിലപ്പോൾ കാണില്ല, അല്ലെങ്കിൽ അവർ വിചാരിക്കും ആയിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കും. പിന്നെ ഞങ്ങൾ വരുമ്പോഴായിരിക്കും ഇത് കറക്റ്റ് വിളവെടുക്കണത്. അപ്പോഴത്തേനും ഞങ്ങൾ കറക്റ്റ് ഹാജരാകും. അങ്ങനെ ഞങ്ങൾ വന്ന് ഇന്നിപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡ്രാഗൺ പറിക്കാൻ പോവുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാൻ പോവുകയാണ്. ഒത്തിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ കമ്പും കൂടി അടർന്ന് വരും. ഒരു കത്തി എടുത്ത് കട്ട് ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും പറിച്ചെടുത്തിട്ടുണ്ട്. നന്നായി മൂത്തും തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ വിണ്ടു. അത് മഴയായതുകൊണ്ടാണോ മൂപ്പ് കറക്റ്റായിട്ടാണോ എന്നറിയില്ല. എന്തായാലും കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടുണ്ടായതാണ്. ഓൺലൈനിലാണ് ഇതിൻ്റെ തൈ വാങ്ങിച്ചത്. 200 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. വർഷങ്ങൾ ആയി അമ്മച്ചി നോക്കിക്കൊണ്ട് നടക്കണം. എന്തായാലും കായ ഉണ്ടായപ്പോൾ തുടർന്ന് കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴയൊന്നുമില്ല.
നല്ല പിങ്ക് കളറാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിൻ്റെ ശരിക്കുള്ള ഓണർമാർ ഇവിടെ ഇല്ല. എന്തായാലും ഞങ്ങൾ കഴിച്ച് കാണിച്ചു കൊടുക്കാൻ അവർക്ക് പോണത്. എന്തായാലും ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പിങ്ക് കളറാണ്. ഇതിൽ കാണുമ്പോൾ ഇച്ചിരി കളർ ചേഞ്ച് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല മധുരമുണ്ട്. ഞങ്ങളൊരു പീസ് എടുത്ത് കഴിച്ചു. അപ്പോൾ നല്ല മധുരമുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഉള്ളത്. നല്ല മധുരമുണ്ട്.